ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗ് തന്നെയാണ് കാണിക്കണേ. സത്യം പറഞ്ഞാൽ ഇന്നൊരു വീഡിയോ എടുക്കണമെന്ന് കരുതിയിട്ടേ ഇല്ല. അങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ഡേ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാവിലെ മുതൽക്കേ ഭയങ്കര ക്ഷീണമായിരുന്നു. അതേപോലെ നല്ല മടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടിച്ചോരി തുടക്കലൊക്കെ പെട്ടെന്ന് കഴിച്ചു. കാരണം മടി പിടിച്ചിരുന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് അതിന് ശേഷമാണ് അണ്ടിപ്പുട്ട് ഉണ്ടാക്കുന്ന ഒരു തീരുമാനം വന്നത്. അപ്പോൾ വേഗം ക്യാമറ എടുത്തുകൊണ്ട് വന്നതാണ്. അതിന് മുമ്പ് ഇന്ന് വീഡിയോ എടുക്കണം എന്നൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ ഒന്നും കാണിച്ചില്ല. ഇന്നിപ്പോൾ പറയുമ്പോൾ ഇമ്മ പേപ്പർ ദോശയൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു ദിവസമായിപ്പോയി ഇന്ന്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇമ്മമ്മ അണ്ടിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അടുപ്പത്ത് നിന്ന് മമ്മ പണിയെടുത്തിന്ന്. ഈ അണ്ടി ചുടുമ്പോൾ കുറേ പൊട്ടലൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഫോൺ പിടിച്ച് വല്ലാതെ അടുത്തേക്ക് പോയില്ല. അങ്ങനെ അടുപ്പിൽ നിന്നൊക്കെ കോരി എടുത്തിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഇമ്മമ്മി അനിയത്തിയും കൂടിയാണ് ഇത് കുത്തി പൊട്ടിക്കണേ. ഇത് വീട്ടിൽ തന്നെ 3 പറങ്കിമൂച്ചിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ കായാണ്. ഇതിപ്പോൾ നോമ്പിന് മുമ്പൊക്കെ കളക്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇമ്മാൻ്റെ ഉമ്മ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റി വെക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ഇമ്മമ്മ വന്നു പോയിട്ട്. അപ്പോൾ കുറച്ച് മമ്മ വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ബാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇവരിതിരുന്ന് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ അണ്ടിപ്പരിപ്പ് വാങ്ങിയിട്ട് അതുകൊണ്ട് അണ്ടിപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചുട്ടെടുത്തതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടലേ ഇല്ല. ഇത് സൂപ്പറാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ 11 മണി ചായയുടെ സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ 11 മണി ചായ കുടിക്കുകയാണ്. ഇപ്പോൾ വാപ്പയൊന്നുമില്ല, ഞങ്ങളിവിടെ 4 ആളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് നേരെ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഉമ്മ അരി വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റേഷൻ അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ്. അതേപോലെ കുറച്ച് കൊട്ടത്തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. അതും പിന്നെ സാധാ തേങ്ങ ചിരകിയതും എടുക്കണം. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് മറ്റേ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉമ്മാൻ്റെ വറുക്കലൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോഴാണ് ശർക്കര കുറവാണ്. അപ്പോൾ എന്തായാലും അത് വാങ്ങാൻ പോകണം. വെല്ലം എന്നാണ് കേട്ടോ ഞങ്ങളിവിടെയൊക്കെ പറയൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും അനിയനൊന്നുമില്ല. അപ്പം ഞാനാണ് കടയിലേക്ക് പോണത്. ഇപ്പോൾ പിന്നെ എവിടേക്ക് പോവുകയാണെങ്കിലും മാസ്ക് നിർബന്ധമാണല്ലോ. കൊറോണ കൂടിക്കൂടി വരികയല്ലേ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ്. പക്ഷേ നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറ്റാവുന്നത്ര നമ്മൾ തന്നെ സൂക്ഷിക്കുക, മാസ്കൊക്കെ വെച്ച് പോവുക. ഇവിടെ തൊട്ടടുത്താണ് കട. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മാസ്ക് വെച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ കടയിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ കടയിൽ പോയി വന്നപ്പോഴത്തേനും ഇവിടെ ഒരു വിരുന്നുകാരി വന്നിരുന്നു. അവളുടെ മാസ് എൻട്രിയാണ് കാണിക്കണത്. മൂത്താപ്പാൻ്റെ കുട്ടിയാണ്. അവളിപ്പോൾ USS ഒക്കെ കിട്ടിയിട്ട് അനുമോദനം കഴിഞ്ഞുള്ള വരവാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ അവൾ കാണുന്നത് ക്യാമറയാണ്. അവൾ ആകെ അന്തം വിട്ട് നോക്കുകയാണ്. ഓളെന്നെ കുറേ പ്രഹസനത്തിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ്. പക്ഷെ ഞാൻ വ്ലോഗിൽ കാണിക്കുന്ന അവൾക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഓളിൻ്റെ ഫോൺ എടുത്ത് അതൊക്കെ ഡിലീറ്റാക്കി. അപ്പം ഞാനിതാ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ട് കൈ കഴുകാണ്. എത്ര സാനിറ്റൈസർ ഉപയോഗിച്ചാലും ഉള്ളിൽ ചെന്ന ആദ്യത്തെ പരിപാടി സോപ്പിട്ട് കൈ കഴുകുക എന്നുള്ളതാണ്. എനിക്കിതിൻ്റെ സ്മെല്ലൊന്നും വലിയ പിടുത്തല്ല. അതുകൊണ്ട് എന്നാലും പുറത്തുനിന്ന് നമ്മൾ വന്നതല്ലേന്ന് വെച്ചിട്ട് ഉള്ളിൽ കയറുന്നതിൻ്റെ മുമ്പ് സാനിറ്റൈസർ ഉപയോഗിക്കുകയാണ്. അങ്ങനെ കൈ കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് പോയപ്പോഴത്തേനും ഇതാ തേങ്ങ ചതക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇമ്മ അരി വറുത്തിട്ട് അത് പൊടിച്ചിട്ട് ഇത് അരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ തരിയൊക്കെ പോയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തരിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തരി വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ്. ഇപ്പപ്പാക്ക് പറങ്കിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇമ്മാൻ്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വ്ലോഗിലും ഉമ്മാൻ്റെ വീട്ടിലത്തെ കുറേ കാര്യം പറഞ്ഞു. എനിക്ക് കൂടുതൽ ഓർമ്മകളൊക്കെ അവിടെയാണ്. അതേ ആദ്യം വരുള്ളൂ. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പൊടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം അണ്ടിപ്പുട്ട് ഉണ്ടാക്കിയത് ഇവിടുത്തെ പറങ്കിമൂച്ചിയിൽ നിന്ന് കിട്ടിയതാണെന്ന് തന്നെ പറഞ്ഞില്ലേ. അതും ഇപ്പപ്പാൻ്റെ അവിടുന്ന് കൊണ്ടുവന്നതിന്ന് ഉണ്ടായതാണ്. അതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഇപ്പപ്പാൻ്റെ ഒപ്പം പറങ്കിത്തോട്ടത്തേക്കൊക്കെ പോയിരുന്നു. ഇപ്പപ്പാൻ്റെ ഒപ്പം എവിടേക്ക് പോകുമ്പോഴും ഞാൻ അധികം ഇപ്പപ്പാൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പറങ്കിത്തോട്ടത്തിൽ പോയിട്ട് ഇപ്പപ്പ ഈ പറങ്കേൻ്റെയൊക്കെ പിഴുതെടുത്തിട്ട് പറങ്കി മാങ്ങ കഴിക്കാൻ തരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വാപ്പാൻ്റെ വീടിൻ്റെ അവിടെയൊന്നും ഈ പറങ്കി മാങ്ങ വിരളമായിരുന്നു. അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോകുമ്പോൾ നിറച്ചുണ്ടാവുമായിരുന്നു. ഇപ്പോൾ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു പറങ്കിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് കളിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പറങ്കി മാങ്ങയൊക്കെ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഒരു ഓർമ്മകളാണ്. ഇപ്പോൾ ഇതാ ശർക്കര ഇതേപോലെ കുത്തി എടുത്തിട്ടുണ്ട്. എന്നാലും ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണേ. ഇത് നല്ല ഫൈനായിട്ട് വരണം. അപ്പോൾ മിക്സിയിലിട്ടിട്ട് എന്തായാലും അടിച്ചെടുക്കണം. അതിൻ്റെ മുമ്പ് ഒന്ന് കുത്തിയെടുക്കുകയാണ്. പിന്നെ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള അണ്ടി പുറത്ത് വെച്ചാൽ ശരിയാവില്ല എന്ന് മകൻ മനസ്സിലായപ്പോൾ വേഗം എടുത്ത് പൊടിച്ചു. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
ഇങ്ങനെ എല്ലാവരും കൂടി നിന്ന് പണിയെടുത്തിട്ട് ഒരു വിഭവമൊക്കെ ഉണ്ടാക്കിയാൽ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ കൂട്ടുകുടുംബമായിരുന്നല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറേ അനുഭവങ്ങളിൽ നിന്നൊക്കെ ആവാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളം ഒന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ്. മൂത്താപ്പാൻ്റെ കുട്ടി വന്നാൽ ഓൾ അധികവും ഇൻഡിപെൻഡൻ്റ് ഉണ്ടാവലുണ്ട്. അടുക്കളപ്പണിയൊക്കെ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് അരിച്ച് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അണ്ടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ശർക്കരയും കൂടിയും, ശർക്കര നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഇത് ആദ്യം ഒന്ന് കൈകൊണ്ട് എല്ലാതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കുക്കിങ്ങിലേക്ക് വന്ന സമയത്ത് ആദ്യം ഉണ്ടാക്കിയത് അരി കൊണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെയാണ്, അണ്ടിപ്പരിപ്പ് ഇടൂല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അരി വറുത്ത് പൊടിച്ചിട്ട് ശർക്കരയും തേങ്ങയും കൂട്ടിയിട്ട് ഉരുട്ടണമായിരുന്നു. അതിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അന്ന് അത് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് എനിക്ക് കുക്കിങ്ങൊക്കെ ഇഷ്ടമാവാൻ തുടങ്ങിയത്. പിന്നെ ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കും. അങ്ങനെയാണ് ഈ കുക്കിങ്ങിലേക്ക് വന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താൽ അണ്ടിപ്പുട്ടിൻ്റെ ആ ഒരു കളറൊക്കെ ആയിട്ട് നല്ല മിക്സായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. വർത്താനം കളിയും കാര്യം ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അനിയന് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് അനിയത്തി മുട്ട പൊരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇമ്മ അത് അടിച്ചെടുക്കണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. അപ്പോൾ അടിച്ചെടുത്തതാണ്, കണ്ടോ, അണ്ടിപ്പുട്ടിൻ്റെ ഒരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റേത് ഇമ്മ അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മിക്സിയിലിട്ടാൽ ഒന്നും കൂടി നന്നായി മിക്സായി കിട്ടും. ആ സമയം കൊണ്ട് ഞാനിപ്പോൾ പെനഞ്ഞ് കിടക്കണ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇവിടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒപ്പം കഴിയും. കാരണം ഇമ്മാക്ക് ഇങ്ങനെ പാത്രങ്ങൾ പെന്നടക്കണമൊന്നും കാണുന്നത് ഇഷ്ടമേ അല്ല. അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. അടുക്കള എപ്പോഴും ക്ലീനായി കാണണം, അങ്ങനെ ഒരു പോളിസിയാണ് ഇമ്മാക്ക്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പൊടികളൊക്കെ വീതനമാകെ പരന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ പാചകവും വാചകവും ക്ലീനിങ്ങും ഒക്കെ ഒപ്പം നടക്കും. അപ്പോൾ അനിയൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഇരുന്ന് ഉരുട്ടാലോ എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോയ സമയത്ത് അനിയനത് ഉരുട്ടാൻ തുടങ്ങി. ഇമ്മാൻ്റെ വീട്ടിലും ഞങ്ങൾ തറവാട്ടിലാവുമ്പോൾ കൊല്ലത്തിലൊരിക്കലൊക്കെ അണ്ടിപ്പുട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇമ്മമ്മ ഇങ്ങനെ അണ്ടി ചുടലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പപ്പയാണ് ഇത് ഉരുട്ടിയിരുന്നത്. ഇപ്പോൾ ഇവന് ഉരുട്ടണ കണ്ടപ്പോൾ എനിക്ക് ഉപ്പപ്പാനെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഇവനിരുന്ന് ഉരുട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവൻ്റെ ഉരുട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാതും ബോൾസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച ആ ഒരു എരിവൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എടുത്ത് കഴിക്കുകയാണ്. അണ്ടിപ്പുട്ടൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 4 മണിക്കടിക്ക് എന്തെങ്കിലും വേണമല്ലോ. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ, മുത്താപ്പൻ്റെ കുട്ടിയൊക്കെ വന്നതല്ലേ. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുക്കണേ. ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ടൊന്ന് കിടന്നാൽ മതി എന്നയക്കണു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതും കൂടി കൂട്ടി വെച്ചിട്ട് വേണം ഒന്ന് പോയി കിടക്കാനെന്ന് കരുതാണ്. ഇന്നിപ്പോൾ എന്തായാലും റെക്കോർഡ് ചെയ്യാനൊന്നും ഇരിക്കണില്ല. ആൾറെഡി ഒന്ന് റെക്കോർഡ് ചെയ്തതുണ്ട്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണത്, ഒന്ന് ബലം കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ ഇത് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. ഗോതമ്പ് പൊടി ഞങ്ങളിവിടെ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ കടയത്തെ സ്റ്റൈലൊക്കെ ആണെങ്കിൽ മൈദ വെച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പഴത്തിന് നല്ല മധുരം കുറവാണ്. അപ്പോൾ സാധാരണ നമ്മൾ കുറച്ച് പഴംപൊരി മാവിൽ മധുരം ചേർക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് പഴുക്കാത്ത പഴമാണ്. അപ്പോൾ കുറച്ചധികം മധുരം ചേർത്തു. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തു. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ കുറച്ച് നേരം മുമ്പൊക്കെ ഈ രീതിയിൽ കൂട്ടി വെക്കുകയാണെങ്കിൽ നന്നായി പൊള്ളച്ച് വരും. ഇപ്പോൾ മൈദയും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങേണ്ട കറക്റ്റ് ടേസ്റ്റിൽ തന്നെ വരും. ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ അധികം ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. മൈദ ഇപ്പോൾ അത്ര ഹെൽത്തി അല്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്.
ഇവിടെ അനിയത്തിക്ക് പഴംപൊരി എന്ന് വെച്ചാൽ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. പഴം കണ്ട അപ്പോൾ പഴംപൊരി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കടയിൽ പോയപ്പോൾ വാങ്ങിക്കൊടുന്ന പഴമാണ്. അപ്പോൾ വാങ്ങുമ്പോൾ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് പഴംപൊരിക്ക് മാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ലൂസായി പോവാതിരിക്കാൻ നോക്കണം. കുറച്ചൊരു കട്ടി വേണം, എന്നാലേ പഴംപൊരി നല്ല രീതിയിൽ വരുള്ളൂ, നന്നായി പൊങ്ങി വരുള്ളൂ. ഞാൻ ആദ്യമൊക്കെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ലൂസിലാണ് മാവ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് പൊള്ളക്കേ ചെയ്തിരുന്നില്ല. പക്ഷെ ഇമ്മ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നിരുന്നു. പിന്നെ ഞാൻ ഉമ്മാൻ്റെ മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് മാവ് ഉണ്ടാക്കൽ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇനി വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അതേപോലെ ആക്കിയിട്ട് ഒരു മണിക്കൂറൊക്കെ ഞാൻ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. അപ്പോൾ ഇതാ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഞാൻ നേരെ കിടക്കാൻ പോവുകയാണ്. എനിക്ക് തീരെ വയ്യ. അപ്പോൾ ഇതാ കുറച്ച് നേരം വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പഴം ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കുകയാണ്. ഞങ്ങൾ സാധാരണ ഇവിടെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നീളത്തിലല്ല മുറിക്കൽ, നടുവിലൊന്ന് മുറിച്ചിട്ട് പിന്നെ നീളത്തിലാക്കുക ചെയ്യൽ. പക്ഷെ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു 2 പഴമൊക്കെ നീളത്തിൽ മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കടയത്തെ പോലെ ആയോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ആ ഒരു വലിപ്പത്തിൽ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീളത്തിൽ മുറിക്കുകയാണ്. അപ്പോൾ ഇതങ്ങനെ നീളത്തിലുള്ള പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അധികം കട്ടിയില്ലാത്തതാക്കുക, എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുക. സാധാരണ ചായക്കടയിലൊക്കെ ആണെങ്കിൽ ഒറ്റപ്പഴം കൊണ്ട് 8 പീസൊക്കെ ആക്കലുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അത്രയ്ക്കൊന്നും വയ്ക്കൂല, കാരണം അത്ര നൈസാക്കിയിട്ടൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കൂല, എന്നെക്കൊണ്ട് സാധിക്കൂല. അപ്പോൾ ഇതാ ഞാൻ എനിക്ക് പറ്റണ പോലെ നൈസാക്കിയിട്ട് അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ നേരത്തെ വന്നില്ലേ, കസിൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവൾക്ക് ഈ കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവളിപ്പോൾ ഇനി 8ക്കാണ്. എന്നാൽ തന്നെ ഇപ്പം തന്നെ അവൾ കുബൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, എല്ലാം പരീക്ഷിച്ച് നോക്കും. കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനിയിപ്പോൾ പഴംപൊരി ഉണ്ടാക്കായാലും അത് എണ്ണയ്ക്ക് ഇടാനും മുറിക്കാനും ഒക്കെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവളുണ്ടാവുകൊണ്ട് ഉച്ചക്കൊന്നും ഉറങ്ങാനൊന്നും നേരെ പറ്റിയില്ല. അവളിങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു കുറേ നേരം. അങ്ങനെ ഒരു 3:30 ആയപ്പോഴാണ് പിന്നെ അടുക്കളയ്ക്ക് വന്നത്. ഇന്നലെയൊക്കെ ഈ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഇന്നിപ്പോൾ മഴയൊന്നും കാണാനില്ല, നല്ല ചൂടുണ്ട്. ഞാനൊരു 2 പഴമൊക്കെ ഇപ്പോൾ നീളത്തിൽ മുറിച്ചിട്ടുള്ളത് വീഡിയോക്ക് വേണ്ടി മാത്രം മുറിച്ചതാണ്. അല്ലെങ്കിൽ ഞങ്ങളിത് അതേപോലെ ചെറുതാക്കിയിട്ടാണ് മുറിക്കൽ. അപ്പോൾ ഞാൻ ഈ സമയം തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ പഴം മുറിക്കണതിൻ്റെ മുമ്പ് തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെസ്റ്റേജിൻ്റെ ബ്രാൻ ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ പഴമായിട്ട് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബാറ്റർ അത്യാവശ്യം കട്ടിയുണ്ടെങ്കിൽ ഇതിങ്ങനെ കവർ ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പഴമൊക്കെ ആദ്യത്തെ റൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. നല്ല നീളത്തിലൊക്കെ മുറിക്കുകയാണെങ്കിൽ ഇതേപോലെ വലിയ പാനൊക്കെ വേണ്ടി വരും. ചെറുതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇത് എണ്ണ നല്ല ചൂട് വേണം, അതെന്തായാലും ശ്രദ്ധിക്കണം. എണ്ണ നല്ല ചൂടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് ഇടുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ പൊങ്ങി വരും. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ, പഴംപൊരിയുടെ കളറാവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പണ്ട് മലപ്പുറത്തെ ചായക്കടയിൽ കയറിയിട്ട് ഒരു സാഹിത്യകാരൻ പറഞ്ഞ പോലെ പഴം ഇതളിതളായി മുറിച്ച് അതിലിട്ടേക്കരുത്, അതൊന്നിൽ മുക്കി നാളികേരത്തിൻ്റെ തെളിനീരെണ്ണയിലിട്ടാൽ ഉയർന്നു വരുന്ന പ്രതിഭാസമായ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ ആ ഒരു കളറും ഒക്കെ കണ്ട കടയിൽ നിന്ന് വാങ്ങണ ആ ഒരു രൂപേണ തന്നെയാണ് ഉള്ളത്. നീളത്തിലുള്ളത് മാത്രം നോക്കിയാൽ മതി. ഞങ്ങളിതങ്ങനെ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കല്, അതാണ് അതങ്ങനെ മുറിച്ചത്. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കുക. എണ്ണയുടെ ചൂട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല ചൂടുണ്ടാവുന്ന എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ ഇതാ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ പഴംപൊരിയും അതേപോലെ കട്ടൻ ചായയും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. അങ്ങനെ ചായ കുടിയും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കോറ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കോറപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വന്നിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ തൊടുക്ക് ഇറങ്ങാണ്. വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. ഞാനധികം താഴേക്കൊന്നും ഇറങ്ങലില്ല, ഇടയ്ക്കേ വരലുള്ളൂ. അപ്പോൾ അധികം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. വാപ്പയും ഇമ്മയും അനിയത്തിയും ഇമ്മമ്മയാണ് ഈ കൃഷിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ. അപ്പോൾ ഇതാ ഇമ്മ വെണ്ടക്ക പറിക്കാണ്.
വെണ്ടയ്ക്കയും കുമ്പളങ്ങയും. അതേപോലെ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഇലക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായാലാണ് എടുക്കലെന്ന്. ചീരയും അതേപോലെ മുരിങ്ങ, മത്തൻ്റെ ഇല അങ്ങനെയാണ് രാത്രിക്ക് ഞങ്ങൾ വെക്കൽ. അപ്പോൾ അതൊക്കെ അധികം ഈ തൊടുന്ന് തന്നെയാണ് കിട്ടൽ. ഇവിടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെയിലൊക്കെ പോയി. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ല രസം തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഇമ്മമാൻ്റെ മത്തനാണ്. പിന്നെ ഇത് അപ്പുറത്തെ വീട്ടിലത്തെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. അതിപ്പോൾ ഈ മതിലിൽ കൂടെ വന്നിട്ട് ഇങ്ങടാണ് തൂങ്ങി നിൽക്കണേ. ഇത് മുമ്പിൽ കുറേ ഉണ്ടായിരുന്നു, വീടിൻ്റെ മുമ്പിൽ ആദ്യം ഫാഷൻ ഫ്രൂട്ട് നല്ല ഉണ്ടായിരുന്നു. കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്തിരുന്നു. നോമ്പിൻ്റെയൊക്കെ ആ സമയത്ത് നല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. പിന്നെ ഇത് പറങ്കി മൂച്ചിയാണ്. ഈ മൂച്ചിയിൽ നിന്നാണ് നേരത്തെ നമുക്ക് അണ്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇതാ കൂർക്കയാണിത്. അങ്ങനെ ഒരുവിധം അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യണുണ്ട്. ആദ്യം ഇപ്പോൾ ഈ കൃഷി നിൽക്കുന്ന സ്ഥലത്തൊക്കെ റബ്ബറും വാഴയൊക്കെ ആയിരുന്നു. ഞങ്ങൾ വീട് വെച്ച സമയത്തൊക്കെ കുറച്ച് കൊല്ലമൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെയാണ് ഇവിടെ അതൊക്കെ വെട്ടിയിട്ട് കൃഷിയൊക്കെ ആക്കിയത്. ഇത് കണ്ടോ, വീട്ടിൽ നല്ല ഇണക്കമുള്ള ചെറിയ കോഴിയാണ്. വീട്ടിലെ ഏറ്റവും ചെറിയ ആളാണ് ഇത്. ഞങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ഉണ്ടാവും, അങ്ങനെ പിന്നാലെ വരും. പിന്നെ ഇതാ വാഴക്കൊമ്പിൽ തേനൊക്കെ നിൽക്കണുണ്ടപ്പോൾ അതെടുക്കുകയാണ് ഞങ്ങൾ. എന്തായാലും ഞാനുണ്ട്, അനിയത്തിയുണ്ട്, അതേപോലെ കസിനുണ്ട്. അപ്പോൾ അത് അനിയത്തിയാണ് ഇത് എടുത്ത് തരണേ. ഇതിൽ വെള്ളം പോലെ നിൽക്കണുണ്ടോ, അതാണ് നമ്മൾ കുടിക്കൽ. അതിപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അത് കുടിക്കുകയാണ്. പിന്നെ ഇത് മുള്ളൻ ചക്ക എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇത് ക്യാൻസറിനൊക്കെ പറ്റിയ നല്ല വിറ്റാമിനൊക്കെ ഉള്ള നല്ലൊരു മരുന്നും കൂടിയാണ്. അപ്പോൾ ഞാനിത് വലുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാ അല്ലാ. അങ്ങനെ ഏതാണ്ട് 6 മണിയോടൊക്കെ അടുത്തായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാനുള്ള ഒരു മടി കൊണ്ടാണ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണത്. ഞാൻ താഴേക്ക് വരാറില്ല. അപ്പോൾ ഇതാ മേലെന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ഇതാണ്, താഴത്തെ ആ പറമ്പിൻ്റെ. അങ്ങനെ തൊടുന്ന് കൊണ്ടുവന്നിട്ടുള്ള മുരിങ്ങയൊക്കെ അമ്മമ്മ അതാ ഊരി വെച്ചിട്ടുണ്ട്. ഇന്ന് മുരിങ്ങ താളിക്കാണ് രാത്രിക്കൊക്കെ ചെയ്യണേ. അതേപോലെ ഇമ്മ കോരപ്പാൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കോര വെള്ളത്തിലിട്ടത്. അപ്പോൾ അത് കോരപ്പാൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഡ്രിങ്കാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, റാഗി പായസം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ, കോറയാണല്ലോ. അങ്ങനെ അത് കുടിക്കലായിട്ട് ഞാൻ നേരെ എഡിറ്റ് ചെയ്യാനിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വാപ്പ വന്നപ്പോൾ അനിയത്തിക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ കുറേ ദിവസമായി മീൻ വേണം വളർത്താനെന്ന് പറയുന്നു. അപ്പോൾ അത് വാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതേപോലെ ഒരു ബൗളുണ്ടായിരുന്നു. ഇതിൽ ആദ്യം മീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ചത്തുപോയി. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് കാലിയായി കിടക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാപ്പ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 ഗോൾഡൻ ഫിഷും 2 ഏഞ്ചൽ ഫിഷും ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിനി ആ ബൗളിലേക്ക് ഒഴിക്കുകയാണ്. അവൾക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവൾ തന്നെയാണ് ഇത് ബൗളിലേക്ക് ആക്കണതൊക്കെ. അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മാഷാ അല്ലാ, അങ്ങനെ വീട്ടിൽ 4 അതിഥികൾ കൂടി എത്തി. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നും പ്ലാൻ ചെയ്യാത്ത ഒരു സാധാ ദിവസമായിരുന്നു അത്. വീഡിയോ എടുക്കണമെന്ന് കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അണ്ടിപ്പുട്ട് ഉണ്ടാക്കണമെന്ന് കരുതിയത്. അണ്ടിപ്പുട്ട് ഒറ്റയ്ക്ക് വീഡിയോ ഇട്ടാലോ എന്ന് കരുതി. പക്ഷെ അതൊരു വ്ലോഗിൽ കാണിക്കുമ്പോഴേ രസം എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മീനും കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ ഉഷാറായി എന്ന് തോന്നുന്നു. അപ്പോൾ രാത്രിത്തെ ഡിന്നർ കഴിക്കുകയാണ്. ഇന്ന് വാഴക്കൂമ്പ് ചെറുപയർ തോരനാണ്. അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ട് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. ഇന്നൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.